മമ്മൂട്ടി വേഷപ്പകർച്ചകളുടെ തമ്പുരാനാണ്. വേഷപ്പകർച്ച എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അമരത്തിനകത്ത് അച്ചൂട്ടിയിൽ നിന്നും മൃഗേല വാറുണ്ണിയിലേക്കും പൊന്തന്മാടയ്ക്കകത്തെ മാടയിലേക്കും നമ്മുടെ വിധേയനിലെ ഭാസ്കര പട്ടേലിലേക്കും പാലേരിമാണിക്കകത്തെ അഹമ്മദ് ഹാജിയിലേക്കും ബ്രഹ്മയുഗത്തിലെ കൊടുവൻപോറ്റിയിലേക്കൊക്കെ മാറാനുള്ള മൊത്തത്തിൽ രൂപത്തിലും എല്ലാം ശബ്ദത്തും കൊണ്ടും എല്ലാം മാറാനുള്ള അസാധാരണ കഴിവ് ഇന്ത്യൻ നടന്മാരിൽ വളരെ അപൂർവമേ ഉള്ളൂ. കമലഹാസനാണ് ഔവൈ ഷൺമുഖി പോലെ അല്ലെങ്കിൽ ദശാവതാരം പോലെയുള്ള സിനിമകൾ പിന്നെയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ടേപ്പ് എടുക്കുന്നില്ലേ. എന്നാലും മമ്മൂട്ടി ഇപ്പോഴും തകർക്കുകയാണ് ഇങ്ങനെയുള്ളത്. പ്രത്യേകിച്ചും വില്ലൻ വേഷം മമ്മൂട്ടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഓറയാണ്, ഭയങ്കര പ്രസൻസ് ആണ്, സ്ക്രീൻ പ്രസൻസ് ആണ്. മമ്മൂട്ടിയുടെ ഒരുപാട് വില്ലൻ വേഷങ്ങൾ മമ്മൂട്ടി നായകൻ ഒരു സ്റ്റാർഡമായിട്ട് ഒരു സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ, ഒരു സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ഈ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പം പലരും ഇമേജ് ബ്രേക്ക് ചെയ്യാൻ നോക്കത്തില്ല. അങ്ങനെയുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ വിജയിക്കൂ ഇല്ലയോ എന്നുള്ള സംശയമാണ് പലരും ചെയ്യാത്തത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എപ്പോഴും മമ്മൂട്ടി. എപ്പോഴും പുതുമ തേടി കഥാപാത്രങ്ങൾ ചെയ്യും, പ്രത്യേകിച്ച് വില്ലൻ കഥാപാത്രങ്ങൾ. മമ്മൂട്ടിയുടെ ഇപ്പം മുന്നറിയിപ്പിലെ രാഘവനാണെങ്കിൽ പോലും ക്ലൈമാക്സിൽ ഒറ്റ സീൻ കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ആളാണ്. അതുപോലെ തന്നെ പുഴുവിലെ കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമാണ്. പക്ഷെ നമുക്കൊരു 3 എടുത്തു വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 അതിൽ ഒരെണ്ണം ഭാസ്കര പട്ടേലറാണ്. നമ്മുടെ വിധേയനിലെ ഒരു രക്ഷയില്ലാത്ത നെഗറ്റീവ് ഷെയ്ഡ്. അന്ന് നമുക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും വിധേയൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. എത്ര പേര് അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അന്ന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു വിധേയൻ. ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമ, കന്നഡ മലയാളം ചേർന്ന സിനിമ, അടൂർ ഗോപാലകൃഷ്ണന്റെ മാസ്റ്റർ പീസ്, മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. ഭാസ്കര പട്ടേലിനെ മറക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതൊരു പാഠപുസ്തകമാണ് വിധേയൻ. അതിനകത്തെ ഭാസ്കര പട്ടേലും ഒരു ഗംഭീര കഥാപാത്രമാണ്. ഗോപകുമാറും അതിനകത്ത് അടിപൊളിയായിരുന്നു. 2 നമ്മുടെ അഹമ്മദ് ഹാജി, അത് നമ്മുടെ രഞ്ജിത്തിന്റെ പാലേരി മാണിക്യമാണ്. രഞ്ജിത്തിന്റെ പാലേരി മാണിക്യത്തിൽ അഹമ്മദ് ഹാജിയെ ഇന്റർവൽ സീനിലാണ്, ഇന്റർവൽ ബ്ലോക്കിലാണ് കാണിക്കുന്നത്. അന്നേരം ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കാണുമ്പം ആ സ്ക്രീൻ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന് ഞാൻ പറഞ്ഞു, ഈ പ്രസൻസ് എന്ന് പറയുന്നത്, സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അതിനകത്ത് 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഒരു പടത്തിൽ തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്തോ വില്ലനിസമാണ്. ഇനി ബ്രഹ്മയുഗം പറയണ്ട, ഓസ്കാർ വേദി വരെ നമ്മളെ എത്തിച്ച് ലോകമെമ്പാടും കൊടുവൻപോറ്റി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇനി നാഷണൽ അവാർഡൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ 100% അറിയിക്കുന്നതാണ്. അതിന് പൂർണ്ണതയുള്ളൂ. കൊടുവൻപോറ്റിയായിട്ട് മമ്മൂട്ടി തകർത്താടിയപ്പം വീണ്ടും മറ്റൊരു വില്ലനിസം. ഇനി മമ്മൂട്ടി അടുത്ത വാമ്പേറും ബാക്കിയുള്ള കഥാപാത്രങ്ങളുമായിട്ടൊക്കെ വരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് വില്ലൻ ആരാന്നുള്ളത് കമന്റ് ചെയ്യുക.